നിങ്ങൾ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മളുടെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുൻപ് ആ കുഞ്ഞിന്റെ ഹാർട്ടിലുള്ള ഒരു ചെറിയ ബ്ലഡ് വെസലാണിത്. ഇത് ഓപ്പൺ ആയിട്ടായിരിക്കും ജനിക്കുന്നതിന് മുൻപ് ഉണ്ടാവുക. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ ലങ്സിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയിനെ ബൈപ്പാസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇത് ക്ലോസ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ടിന് വർക്ക് ലോഡ് ആവും, കൂടുതൽ കുഞ്ഞിന് അതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാവും, കുഞ്ഞിന് ശ്വാസം പെട്ടെന്ന് വലിക്കേണ്ടി വരും. ഒരു ഹാർട്ട് മെർമർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കോസ് ചെയ്യും, അതായത് ഒരു വൂസിങ് സൗണ്ട് ഇൻ ദ ഹാർട്ട് കോസ് ചെയ്യും. അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യാന്നുള്ളത്. അതായത് തനിയെ ഇത് ക്ലോസ് ആയില്ലെങ്കിൽ നമ്മളായിട്ട് അതിനെ ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമായിരിക്കും ഇത്. ഈ ആൽപ്രോസ്റ്റഡിലും ഇൻഡോമെത്താസിനും ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ എന്ത് ഇഫക്റ്റ് ആണുള്ളതെന്ന്. അപ്പോൾ ഇൻഡോമെത്താസിൻ നമ്മൾ കൊടുക്കുന്നത് ഈ വാൽവിനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ്, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡോമെത്താസിൻ കൊടുക്കുന്നത്. അതേസമയം ആൽപ്രോസ്റ്റഡിൽ ഇൻ സം കേസസ് ആൽപ്രോസ്റ്റഡിൽ ഈ വാൽവിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇതാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്.